ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഒരു നാഷണൽ വാർ മെമ്മോറിയൽ ഇനാഗുറേറ്റ് ചെയ്തു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അത് ന്യൂഡൽഹിയിലാണ്. നാഷണൽ വാർ മെമ്മോറിയലിന്റെ ഒരു പുതിയ കോംപ്ലക്സ് ഇനാഗുറേറ്റ് ചെയ്തത് ഇന്ത്യ ഗേറ്റിലാണ്. ഇന്ത്യ ഗേറ്റില് സമീപത്തായിട്ട് നാഷണൽ വാർ മെമ്മോറിയൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ സിസ്റ്റമാണ് OROP, 1 റാങ്ക് 1 പെൻഷൻ. 1 റാങ്ക് 1 പെൻഷൻ. അതുപോലെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഓസ്കാർ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തു. ഓസ്കാർ അവാർഡ്സ് ആർക്കൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യക്ക് എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട്, എന്നാലും ഇന്ത്യൻ കണക്ഷനുള്ള ഒരു ഓസ്കാർ അവാർഡ് ലഭിച്ചു. അതിന്റെ ഒരു ഡോക്യുമെന്ററിക്കാണ് അവാർഡ് കിട്ടിയത്. അതിന്റെ കോ പ്രൊഡ്യൂസർ ഇന്ത്യക്കാരാണ്. അത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓസ്കാറിലെ പ്രധാനപ്പെട്ട അവാർഡ്സ് നോക്കാം. ഓസ്കാർ അവാർഡ്സ് അറിയപ്പെടുന്നത് വേറൊരു പേര് അക്കാഡമി അവാർഡ്സ് എന്നാണ്. അക്കാഡമി അവാർഡ്സ് എന്നറിയപ്പെടാൻ കാരണം അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആണ് ഓസ്കാർ അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അക്കാഡമി അവാർഡ്സ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ ബെസ്റ്റ് പിക്ചർ അവാർഡ് കിട്ടിയത് ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ബെസ്റ്റ് പിക്ചർ അവാർഡ് ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക്. അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ റോമ എന്ന് പറയുന്ന മൂവി ഡയറക്ട് ചെയ്ത അൽഫോൺസോ ക്യുആറോൺ ആണ്. അൽഫോൺസോ ALFONSO അൽഫോൺസോ ക്യുആറോൺ CUARON റോമ ആ മൂവിയുടെ ഡയറക്ടറാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ റാമി മാലിക് RAMI റാമി മാലിക് MALEK. ബൊഹീമിയൻ റാപ്സഡി എന്ന് പറയുന്ന മൂവിക്കാണ്. ബൊഹീമിയൻ BOHEMIAN ബൊഹീമിയൻ റാപ്സഡി RHAPSODY ആ മൂവിയിലെ ആക്ടിങ്ങിനാണ് റാമി മാലിക്കിന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് ഒലിവിയ കോൾമാൻ. ഒലിവിയ കോൾമാൻ COLMAN. ദ ഫേവറേറ്റ് എന്ന് പറഞ്ഞ മൂവിയിലെ അവാർഡിനാണ്. ദ ഫേവറേറ്റ് എന്ന് പറഞ്ഞ മൂവിയിലെ ആക്ടിങ്ങിനാണ് പിന്നീട് അവർക്ക് ഈ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ അവാർഡ് കിട്ടിയത്. അതുപോലെ പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല, സാധാരണ ഞാൻ കണ്ടിട്ടില്ല. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം അറിഞ്ഞിരിക്കണം. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം റോമയാണ്. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം റോമ. അത് മെക്സിക്കോയിൽ നിന്നുള്ളൊരു മൂവിയാണ്. പിന്നെ ബെസ്റ്റ് ഒറിജിനൽ സോങ് ഷാളോ ഫ്രം എ സ്റ്റാർ ഈസ് ബോൺ എന്ന് പറയുന്ന മൂവിയില് ഷാളോ SHALLOW ഷാളോ ഫ്രം എ സ്റ്റാർ ഈസ് ബോൺ എന്ന് പറയുന്ന മൂവിയില് ലേഡി ഗാഗയ്ക്കാണ് അവാർഡ് കിട്ടിയത്. LADY ലേഡി ഗാഗ GAGA. അപ്പൊ ഇതാണ് ഓസ്കാറിന്റെ നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ്. എങ്കിലും ഈ ഡോക്യുമെന്ററി സെക്ഷനില് ഷോർട്ട് ഫിലിം സെക്ഷനില് ഒരു ഇന്ത്യ ബേസ്ഡ് ഡോക്യുമെന്ററി പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന പിന്നീട് മൂവി അതൊരു ഡോക്യുമെന്ററിയാണ്. പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ്. ഇന്ത്യയിലെ സ്ത്രീകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അഡോളസന്റ് ഏജിലുള്ള പെൺകുട്ടികളൊക്കെ പലപ്പോഴും സ്കൂളിലൊക്കെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു കാരണമുണ്ട്. അവരുടെ പലപ്പോഴും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പിന്നീട് സാനിറ്ററി പാഡ്സിന്റെ ഒക്കെ അഭാവം കൊണ്ട് ഇതിന്റെയൊക്കെ ബേസിലുള്ളൊരു മൂവിയാണ് ഈ മൂവി എന്ന് പറയുന്നത് പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ്. അതിനെ കോ പ്രൊഡ്യൂസ് ചെയ്തത് പിന്നീട് ഒരു ഇന്ത്യക്കാരിയും കൂടി ചേർന്നാണ് കോ പ്രൊഡ്യൂസ് ചെയ്തത്. ഗുനീത് മോംഗ GUNET ഗുനീത് മോംഗ MONGA ഗുനീത് മോംഗ GUNET മോംഗ MONGA അവരാണത് കോ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതാണ് ഇന്ത്യൻ കണക്ഷൻ ഓസ്കാറിൽ. പിന്നീട് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ എന്നത്തെ പോലെ T20 ഈ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് T20 ചാമ്പ്യൻഷിപ്പ് ആണ്. രഞ്ജി ട്രോഫി എന്നും പോലെ 4-day ചാമ്പ്യൻഷിപ്പ് അല്ല, ഇത് T20 ഫോർമാറ്റിലുള്ള ചാമ്പ്യൻഷിപ്പ് ആണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. പിന്നീട് ജസ്റ്റിസ് RM ലോഥയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ജസ്റ്റിസ് RM ലോഥ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്രിക്കറ്റിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, കറപ്ഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്ത സുപ്രീം കോടതി അപ്പോയിന്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ഉണ്ട്, RM ലോഥ കമ്മിറ്റി. അതിന്റെ ഹെഡാണ് ജസ്റ്റിസ് RM ലോഥ. പിന്നീട് ഇന്ത്യയുടെ വുമൻ T20 ക്രിക്കറ്റ് ടീമിനെ സ്മൃതി മന്ദാന ആയിരിക്കും പിന്നീട് നയിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വുമൻ T20 ടീമിന് സ്മൃതി മന്ദാന ആയിരിക്കും നയിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴത്തെ ക്യാപ്റ്റനായിരുന്ന ഹർമൻപ്രീത് കൗർ ഇഞ്ചുവേർഡ് ആയതുകൊണ്ട്. ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ, ചെസ്സിലൊരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് അഭിജിത് ഗുപ്ത ഒരു ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അഭിജിത് ഗുപ്ത. അതുപോലെ April 1 തൊട്ട് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എവറി ബാങ്ക്
ഇങ്ങനെയാണ് ന്യൂസ്. മോസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ലൈക്ലി ടു സെലക്ട് RBI's റിപ്പോ റേറ്റ് ആസ് ദ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ടു ഡിസൈഡ് ദെയർ ലെൻഡിംഗ് റേറ്റ്സ്. RBI പറഞ്ഞിരിക്കുന്നു April 1 തൊട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും ഒരു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ഫോളോ ചെയ്യണം, അവരുടെ ലെൻഡിംഗ് റേറ്റ്സ് ഡിസൈഡ് ചെയ്യാൻ. അതായത് ബാങ്കുകളുടെ ലോൺ കൊടുക്കുന്ന റേറ്റ് ആണ് ലെൻഡിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ലെൻഡിംഗ് റേറ്റിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ഫോളോ ചെയ്യണമെന്ന് RBIയുടെ ഒരു ഡയറക്റ്റീവ് ഉണ്ട്. അവർക്കൊരു ഇന്റേണൽ ആയിട്ടുള്ളൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അതാണ് MCLR, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എന്ന് പറയുന്നത്. MCLR ആണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം അവർ ലെൻഡ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് MCLR ആണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ്. ഇനി തൊട്ടുള്ള എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് കൂടെ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. April 1, 2019 തൊട്ട് RBIയുടെ ഡയറക്റ്റീവ് അനുസരിച്ച് മോസ്റ്റ് പ്രോബബ്ലി ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും റിപ്പോ റേറ്റ്, RBIയുടെ റിപ്പോ റേറ്റ് ആയിരിക്കും April 1 തൊട്ട് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ആയിട്ട് ഫോളോ ചെയ്യാൻ പോകുന്നതെന്ന ബേസിൽ ഒരു ന്യൂസ് ഉണ്ട് ഇന്ത്യയിൽ. പിന്നെ 3-4 സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന്റെ പേരുണ്ട്. ESIC, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് സെക്ടറിലെ എംപ്ലോയീസിന് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. EPFO ഉണ്ട്, അതൊരു പെൻഷൻ ഫണ്ടാണ്. EPFO, എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അതൊരു ഈ ഓർഗനൈസ്ഡ് സെക്ടറിലെ എംപ്ലോയീസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയാണ് EPFO, എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പിന്നെ PFRD ഉണ്ട്, പെൻഷൻ ഫണ്ടുകൾ റെഗുലേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. പെൻഷൻ ഫണ്ടുകൾ റെഗുലേറ്റ് ചെയ്യുന്നവരാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. അതിന്റെ ചെയർമാൻ ഹേമന്ത് കോൺട്രാക്ടർ ആണ്. പിന്നെ NPS ഉണ്ട്, NPS, നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നുള്ള ഷോർട്ട് ഫോം ആണ് NPS എന്ന് പറഞ്ഞാൽ, നാഷണൽ പെൻഷൻ സിസ്റ്റം NPS. പിന്നെ CSO ഉണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവരാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പിന്നെ PPI എന്ന് പറഞ്ഞൊരു അബ്രിവേഷൻ ഉണ്ട്. PPIയുടെ എക്സ്പാൻഷൻ പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ്. പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്, PPI, പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്. അത്രയാണ് നമുക്ക് ബിസിനസ് പേജിലുള്ളത്. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ, ഞാനിപ്പോ ഈ ഇടയ്ക്ക് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. യുഎന്നിന്റെ കോടതിയാണ്, യുഎന്നിന്റെ കോർട്ടാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ. അതിന്റെ പ്രസിഡന്റിന്റെ പേര് എഴുതിക്കുക അബ്ദുൽ ഖവി, ABDUL QAWI, അബ്ദുൽ ഖവി അഹമ്മദ് യൂസഫ്. അദ്ദേഹമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രസിഡന്റ്. അവർ ഇന്നലെ ഒരു വിധി പുറപ്പെടുവിച്ചു, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബ്രിട്ടനും മൗറീഷ്യസും തമ്മിൽ തർക്കം നിലനിന്നിരുന്ന ഒരു ഐലൻഡാണ് ഷാഗോസ് ഐലൻഡ്, CHAGOS, ഷാഗോസ് ഐലൻഡ്. ആക്ച്വലി അത് മൗറീഷ്യസിന്റേതാണ്, പക്ഷെ ബ്രിട്ടൻ ഒക്യുപ്പൈ ചെയ്ത് വെച്ചേക്കായിരുന്നു. എത്രയും പെട്ടെന്ന് മൗറീഷ്യസിന് ബ്രിട്ടൻ ആ ഐലൻഡ് തിരികെ കൊടുക്കണം. ബ്രിട്ടൻ ഷുഡ് ഹാൻഡ് ഓവർ ഷാഗോസ് ഐലൻഡ് ടു മൗറീഷ്യസ് എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു വിധി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമാണ് ഇന്റർനാഷണൽ പേജിൽ 14th പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് 12th പേജ്, 13th പേജിലാണ്, 12, 13 നാഷണൽ പേജുകളാണ്. അവിടെ യൂറോപ്യൻ യൂണിയൻ ഒക്കെ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നു ടെററിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്ന്. അപ്പൊ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് ഈ വിഷയത്തിൽ ഇന്ത്യക്ക് കിട്ടുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ 28 കൺട്രീസിന്റെ ഗ്രൂപ്പാണ്. യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിലെ 28 കൺട്രീസിന്റെ ഗ്രൂപ്പാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ട്വിറ്ററിന്റെ സിഇഒയുടെ പേരുണ്ട്. ട്വിറ്റർ എല്ലാവർക്കും അറിയാം. ട്വിറ്ററിന്റെ സിഇഒ ജാക്ക് ഡോഴ്സി ആണ്, JACK, ജാക്ക് ഡോഴ്സി, DORSEY, ജാക്ക് ഡോഴ്സി. പിന്നെ കാശ്മീരിൽ ഉള്ള ആൾക്കാർക്ക് പിന്നീട് സ്പെഷ്യൽ കുറച്ച് പിന്നീട് റൈറ്റ്സ് കൊടുക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിളായ ആർട്ടിക്കിൾ 35A കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കാശ്മീരിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്ന യഥാർത്ഥ ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ആർട്ടിക്കിൾ 370 ആണ്, അതുകൊണ്ട്. പക്ഷെ ആർട്ടിക്കിൾ 370 ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 35A. അതിനിപ്പോ സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. അതിന് അഗേൻസ്റ്റ് ആയിട്ട് കാശ്മീരിലെ കുറെ ലീഡേഴ്സ് ഇപ്പോ പിന്നീട് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ ആർട്ടിക്കിൾ 35A സ്പെസിഫിക്കലി റിലേറ്റഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഉള്ളി. അവിടുത്തെ ആൾക്കാർക്ക് കുറെ സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിവർ വാട്ടർ ഷെയറിംഗ് ട്രീറ്റിയാണ് IWT, ഇൻഡസ് വാട്ടർ ട്രീറ്റി. IWT, ഇൻഡസ് വാട്ടർ ട്രീറ്റി is a river water sharing treaty between India and Pakistan brokered by World Bank. വേൾഡ് ബാങ്ക് ആണ് ബ്രോക്കർ ചെയ്തത്. അതിൽ 6ഓളം നദികളിലെ വെള്ളം ഇന്ത്യക്കും പാകിസ്ഥാനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രവി, ബിയാസ്, സത്ലജ്, ചെനാബ്, പിന്നീട് ഇൻഡസ്, അങ്ങനെ 6ഓളം നദികളിലെ വെള്ളം ഇന്ത്യക്കും പാകിസ്ഥാനോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ട്രീറ്റി.
പിന്നെ നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. ഫസ്റ്റ് എഡിറ്റോറിയൽ ബിഫോർ എവിക്ഷൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആകെ കോൺട്രവേഴ്സി ആയ ഒരു സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദിവാസികൾ, ട്രൈബൽ ഗ്രൂപ്പുകൾ ഒരുപാട് പേര് ഫോറസ്റ്റുകളിൽ താമസിക്കുന്നുണ്ട്. ഈ ഫോറസ്റ്റുകളിൽ താമസിക്കുന്ന ആദിവാസികൾ അല്ലെങ്കിൽ ട്രൈബ്സ് അവർക്ക് അവരുടെ പിന്നീട് ആ ലാൻഡിൽ, ഫോറസ്റ്റ് ലാൻഡിലുള്ള അവരുടെ റൈറ്റ് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ അവർ അവിടെ എവിക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. അത് പക്ഷേ വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉള്ള ഒരു ഡിസിഷനാണ്. ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ ഇപ്പൊ സുപ്രീം കോടതി വീണ്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ പ്രീ പോൾ ഗാംബിറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിൽ അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിലെ GST 8% നിന്ന് 1% കുറയ്ക്കുകയും അണ്ടർ കൺസ്ട്രക്ഷൻ ഹൗസസിലെ പിന്നെ GST 12% 5% കുറയ്ക്കുകയും ചെയ്തു. അത് വളരെ നല്ല തീരുമാനമാണ്. കൺസ്ട്രക്ഷൻ മേഖലയുടെ ഗ്രോത്തിൽ എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നീട് ഹോപ്പ്മാൻ കപ്പിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹോപ്പ്മാൻ കപ്പ് ഈസ് എ മിക്സ്ഡ് ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്. ഡേവിസ് കപ്പ് മെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പും ഫെഡ് കപ്പ് ഫീമെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പും ആണ്. മിക്സ്ഡ് ആയിട്ടുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഹോപ്പ്മാൻ കപ്പ്. പിന്നെ നമ്മൾ 9th പേജിലേക്ക് വരുമ്പോൾ സ്കൈമെറ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് വെതർ ഫോർകാസ്റ്റർ ഇന്ത്യയിലുണ്ട്. പ്രൈവറ്റ് ആയിട്ട് വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സ്കൈമെറ്റ്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം ഇന്ത്യയിൽ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ്. പിന്നെ അതുപോലെ തന്നെ അരുണാചലം മുരുകനാഥൻ എന്ന് പറയുന്ന സോഷ്യൽ ഓൺടർപ്രണറിന്റെ ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. തമിഴ്നാടുകാരനാണ്, കോയമ്പത്തൂരുകാരനാണ്. അരുണാചലം മുരുകനാഥം എന്ന് പറയുന്ന ആളിനെ ഫേമസ് ആണ്. ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പാഡ്മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ബേസിലാണ് പാഡ്മാൻ എന്ന് പറഞ്ഞ അക്ഷയ് കുമാർ സ്റ്റാറർ ബോളിവുഡ് മൂവി ഇറങ്ങിയത്. അദ്ദേഹം ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് അവരുടെ ലൈഫിൽ നല്ല ഗുണപരമായ മാറ്റം വരുത്തുന്ന ഒരു കാര്യം ചെയ്തു. ലോ കോസ്റ്റിലെ പാഡുകൾ, സാനിറ്ററി പാഡുകൾ പിന്നീട് ഉണ്ടാക്കുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു സോഷ്യൽ ഓൺടർപ്രണറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിനെ ബേസ് ചെയ്താണ് പിന്നെ ഇപ്പൊ ഓസ്കാർ കിട്ടിയ പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഇറങ്ങിയിരിക്കുന്നത്. അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഹിന്ദുവില്. പിന്നെ നമുക്ക് 2-3 ഹിന്ദു പത്രങ്ങൾ നമ്മുടെ കയ്യിൽ പെൻഡിങ് ആയിട്ട് എടുപ്പുണ്ട്. അപ്പം ആ ന്യൂസ് പേപ്പേഴ്സിലേക്ക് നമുക്ക് പോകാം. ഇമോമാലി റഹ്മോൻ, EMOMALI, ഇമോമാലി റഹ്മോൻ, RAKHMON, താജിക്കിസ്ഥാന്റെ പ്രസിഡന്റാണ് ഇമോമാലി റഹ്മാൻ. താജിക്കിസ്ഥാന്റെ ക്യാപിറ്റലാണ് ദുഷാൻബെ, DUSHANBE, ദുഷാൻബെ. പിന്നെ മീരാബായി ചാനുവിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മീരാബായി ചാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വേൾഡ് ചാമ്പ്യൻ വെയിറ്റ് ലിഫ്റ്റർ ആണ് മീരാബായി ചാനു. അത് കഴിഞ്ഞ് അതിനടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സുപ്രീം കോർട്ട് BCCL ഓംബുഡ്സ്മാൻ ആയിട്ട് ഒരാളെ, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യയിലെ ഫസ്റ്റ് ഓംബുഡ്സ്മാൻ ആയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ഓംബുഡ്സ്മാന്റെ പേര് രവി തോഡ്ഗെ എന്നാണ്. രവി തോഡ്ഗെ, THODGE, രവി തോഡ്ഗെ. BCCL ഓംബുഡ്സ്മാൻ ആയിട്ട് അപ്പോയിന്റഡ് ആയ ആളാണ്, പുതുതായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പുള്ളി കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, BCCI റൺ ചെയ്യുന്നത് ഇപ്പൊ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, വിനോദ് റായിയും ഡയാന എദുൽജിയും. വിനോദ് റായി ആൻഡ് ഡയാന എദുൽജി, EDULJI, ഡയാന എദുൽജി. അവരുടെ കൂട്ടത്തിലേക്ക് 3ാമതൊരു കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്ററും കൂടെ ആണ് ഈ പറഞ്ഞ രവി തോഡ്ഗെ. BCCIയുടെ ഫസ്റ്റ് ഓംബുഡ്സ്മാൻ ആണ്. അതുപോലെ ഈ പറഞ്ഞ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കൂട്ടത്തിൽ അദ്ദേഹമുണ്ട്. BCCIയുടെ CEO രാഹുൽ ജോഹ്രിയാണ്. അത് കഴിഞ്ഞ് നമ്മള് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ സാരിഡോൺ എന്ന് പറയുന്ന ഒരു പെയിൻ കില്ലർ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അത് ഇടയ്ക്ക് വെച്ച് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. പിരമാൾ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടേതായിരുന്നു അത്. പക്ഷെ ഇപ്പൊ വീണ്ടും ആ ബാൻ എടുത്ത് മാറ്റുന്ന ഒരു ന്യൂസ് ഉണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നത് പിരമാൾ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് സാരിഡോൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ പവർ പ്രൊഡ്യൂസർ ആണ് റിന്യൂ പവർ എന്ന് പറയുന്ന കമ്പനി. റിന്യൂവബിൾ പവർ എന്ന് പറഞ്ഞാൽ സോളാർ പവർ, വിൻഡ് പവർ, അങ്ങനെയൊക്കെയുള്ള പവറിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അപ്പൊ റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലെയർ ആണ് റിന്യൂ പവർ. അത് കഴിഞ്ഞ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, EPFO എന്നുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ബോഡി,
അതില് ഇൻവെസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് 8.65% ആയിട്ട് അവര് അതിൽ എംപ്ലോയീസിനെ കട്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് 8.65%, 8.65% ഇൻട്രസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ചോദിക്കും EPF പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8.65%. ഭാരത് നെറ്റ്, ഇന്ത്യയിലെ ഡിജിറ്റൽ ഇന്ത്യ എന്ന പ്രോഗ്രാം നടപ്പാക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കാണ് ഭാരത് നെറ്റ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും, ഇന്ത്യയിലെ എല്ലാ വില്ലേജസിനെയും ബ്രോഡ്ബാൻഡ് മുഖേന കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഭാരത് നെറ്റ് എന്ന് പറയുന്നത്, ഭാരത് നെറ്റ്. അപ്പൊ അത്രയാകുമ്പോൾ ബിസിനസ് പേജ് കഴിഞ്ഞു. ഇന്റർനാഷണൽ പേജ്, വേൾഡ് പേജ്, 12th പേജ്, 12ാമത്തെ പേജാണ്. അപ്പൊ അത് അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഫോട്ടോ ഉണ്ട്. പിന്നീട് മൈക്ക് പോംപിയോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മൈക്ക് പോംപിയോ എന്ന് പറയുന്നത് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മൈക്ക് പോംപിയോ, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് നമ്മള് 10th പേജിലേക്കും 11th പേജിലേക്കും പോകുന്ന നാഷണൽ പേജുകൾ. 10th പേജിൽ UN സെക്യൂരിറ്റി കൗൺസിൽ പുൽവാമ അറ്റാക്കിന് കണ്ടം ചെയ്തിരിക്കുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, UN രണ്ട് ആമാണ് മെയിനായിട്ടുള്ളത്. UN എന്ന് പറയുമ്പോൾ തന്നെ രണ്ടെണ്ണം ചേർന്നാണ്. UN സെക്യൂരിറ്റി കൗൺസിലും UN ജനറൽ അസംബ്ലിയും. ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ ആൻഡ് UN ജനറൽ അസംബ്ലി. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, CORBETT, കോർബറ്റ് നാഷണൽ പാർക്ക്. കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക്. മേഘാലയയുടെ ഗവർണർ തഥാഗത റോയി ആണ്. മേഘാലയയുടെ ഗവർണർ തഥാഗത റോയ്, THAGATA, തഥാഗത റോയ്. നരേന്ദ്രമോദിക്ക് സിയോൾ പീസ് പ്രൈസ് കിട്ടിയത് സൗത്ത് കൊറിയയിൽ നിന്നാണ്. സിയോൾ പീസ് പ്രൈസ് നരേന്ദ്രമോദിക്ക് കിട്ടിയത് സൗത്ത് കൊറിയയിൽ നിന്നാണ്. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആണ് മൂൺ ജെ ഇൻ. അതുപോലെ സൗത്ത് കൊറിയൻ യൂണിവേഴ്സിറ്റി ആയ യോൺസെൽ യൂണിവേഴ്സിറ്റി, YONSEL, യോൺസെൽ യൂണിവേഴ്സിറ്റിയിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ബസ്റ്റ് സ്ഥാപിച്ചു. മഹാത്മാഗാന്ധിയുടെ ബസ്റ്റ്, MUST. അപ്പം മഹാത്മാഗാന്ധിയുടെ ബസ്റ്റ് സ്ഥാപിച്ച ഇപ്പോഴത്തെ പുതുതായിട്ട് സ്ഥാപിച്ച സൗത്ത് കൊറിയയുടെ യൂണിവേഴ്സിറ്റിയാണ് യോൺസെൽ, YONSEL, യോൺസെൽ യൂണിവേഴ്സിറ്റി. ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. മുസ്ലിങ്ങളുടെ ഡിവോഴ്സിന് യൂസ് ചെയ്യുന്ന ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്യുന്നതിനുള്ള നിയമമാണ് ദ മുസ്ലിം വിമൻ ബ്രാക്കറ്റിൽ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ്. ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ്. ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ്. പിന്നെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ മുകളിൽ ചുമത്തിയിരുന്ന ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഏഞ്ചൽ ടാക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ല, ഏഞ്ചൽ ടാക്സ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ മുകളിൽ ഒരു ബേർഡൻ ആയിട്ട് വരികയാണ്. അപ്പൊ അത് പിന്നീട് കുറെ പേർക്ക് അതിൽ നിന്ന് റിലീഫ് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അക്കോർഡിംഗ് ടു ദ ന്യൂ റൂൾസ്, ഇൻവെസ്റ്റ്മെന്റ്സ് അപ് ടു ₹25 crores in companies that are less than 10 years old and with a total turnover of less than 100 crore will be exempted from the new angel tax. അതായത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി 10 വർഷത്തിൽ താഴെയാണ് അവരുടെ പ്രായമെങ്കിൽ, അവരുടെ ടേൺ ഓവർ 100 കോടി കവിയുന്നും ഇല്ല എങ്കിൽ ആ കമ്പനിയിലേക്ക് 25 കോടി വരെ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ അതിന് ഏഞ്ചൽ ടാക്സ് ഒന്ന് ഒഴിവാക്കിയാണ്. അതാണ് ഗവൺമെന്റ് ഡിസിഷൻ. ടേൺ ഓവർ 100 കോടി കവിയാത്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, അതിന് 10 വർഷത്തിൽ കൂടുതൽ പ്രായമാകാനും പാടില്ല. ആ കമ്പനിയിൽ 25 കോടി വരെ വരുന്ന ഇൻവെസ്റ്റ്മെന്റിന് ഏഞ്ചൽ ടാക്സ് ഒന്ന് ഒഴിവാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് 7th പേജിലേക്ക് വരുമ്പോൾ HAL കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അവരാണ് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് മാനുഫാക്ചർ ചെയ്യുന്നത് HAL ആണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരുവിലാണ്. HALന്റെ ചെയർമാൻ R. മാധവൻ. അതുപോലെ ബ്രഹ്മോസ്, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ്. ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ CEO സുധീർ മിശ്രയാണ്. ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ CEO സുധീർ മിശ്ര ആണ്.
പിന്നീട് ബ്രഹ്മോസ് എന്ന് പറഞ്ഞൊരു ജോയിന്റ് വെഞ്ചർ ആണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ബ്രഹ്മോസ്. ആ പേര് വന്നത് തന്നെ ഇന്ത്യയിലെ നദിയായ ബ്രഹ്മപുത്ര, റഷ്യയിലെ നദിയായ മോസ്കോവ, MOSCOWA. മോസ്കോവ നദിയുടെ MOSഉം ഇന്ത്യയുടെ ബ്രഹ്മപുത്രയുടെ BRAH കൂടി എടുത്താണ് ബ്രഹ്മോസ് എന്നുള്ള പേരുണ്ടായത്. പിന്നെ ഇന്ത്യ ഇപ്പൊ വാങ്ങാൻ പോണ അപ്പാച്ചെ ഹെലികോപ്റ്ററിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. APACH. അപ്പാച്ചെ ഹെലികോപ്റ്റർ ബോയിങ് കമ്പനിയുടെ ആണ്. അതുപോലെ ആസാം റൈഫിൾസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആസാം റൈഫിൾസ് ഈസ് എ പാരാമിലിറ്ററി ഫോഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ആസാം റൈഫിൾസ്. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മള് 2 ദിവസത്തെ ഹിന്ദു പത്രം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ദിവസത്തെ പെൻഡിങ് ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. അത് നാളെ കൊണ്ട് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. താങ്ക് യു.